ഹായ് ഹലോ ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമുക്ക് എൻ്റെ ചേട്ടൻ മാഗി ഉണ്ടാക്കി തരാൻ പോവാണ്. സോ ഞാൻ ഉണ്ടാക്കുന്ന ഒരു വൃത്തികെട്ട മാഗി എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഓക്കെ, എങ്ങനെ മാഗി ഉണ്ടാക്കുന്നതാണ്? ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇറ്റ്സ് എ വെരി സിമ്പിൾ ട്യൂട്ടോറിയൽ. ഓക്കെ. അയ്യോ, ഗ്യാസ് ഓൺ ആയിരുന്നു. ഈശ്വര, പണിപ്പാളി. ഗ്യാസ് ഓൺ ആക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വി വിൽ ടേക്ക് എ പാൻ. ഫസ്റ്റ് നമ്മൾ ഒരു പാൻ എടുക്കുന്നു, എന്നിട്ട് അത് ആദ്യം പ്ലേസ് ചെയ്യുന്നു. ആൻഡ് നമ്മൾ എന്നിട്ട് വെയിറ്റ് ചെയ്യണം. എന്തിന്? ഇംഗ്ലീഷ് പറയുന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല. അറിയാണ്ട് ഇംഗ്ലീഷ് വന്നാണ് ജാടയാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾക്ക് ഇന്ന് മാഗി ഉണ്ടാക്കാം. ഞാൻ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ ചുമ്മാ മാഗി എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്തൊന്നുമില്ല. ഞാനിതുപോലെ എല്ലാ ചിക്കൻ ഉണ്ടാക്കും, ബിരിയാണി ഉണ്ടാക്കും, അതുപോലെ സാമ്പാർ, തോരൻ ഒക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ മാഗി ഉണ്ടാക്കുന്ന എങ്ങനെയാണ്. സോ ഫസ്റ്റ് ഇത് വളരെ സിമ്പിൾ പ്രൊസീജിയേഴ്സ് ആണ്. ജസ്റ്റ് ലൈക്ക് 2-3 സ്റ്റെപ്സിൽ നമുക്ക് മാഗി റെഡിയാക്കാം. ഫസ്റ്റ് ആദ്യം ഇതായി. ഇതിന് ശേഷം ഇത് സിമ്മറിലിട്ടിട്ട് നമ്മൾ ഒരു 2 കപ്പ് വെള്ളം, ഒരു കട്ടയെ നമ്മുടെ കയ്യിലുള്ളൂ. മറ്റേ കട്ട ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈസി സ്നാക്ക് പോലെയാണ് ഉണ്ടാക്കുന്നത്. ഈസി സ്നാക്ക് അല്ല, സോറി, പത്രിക. നമ്മളപ്പോൾ അത് എടുക്കുന്നു. ഫസ്റ്റ് വിൽ ടേക്ക് ആദ്യം നമ്മളൊരു ഇതെടുക്കുന്നു, പീസ് എടുക്കുന്നു, പകുതിയായിട്ട് ബ്രേക്ക് ചെയ്യുന്നു. ജസ്റ്റ് ഇതിലേക്ക് എത്ര നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആക്കാം കേട്ടോ. സിംഗിളായിട്ട് ഇട്ടാൽ എനിക്ക് തോന്നുന്നു ലോങ് സ്ട്രാൻഡ്സ് കിട്ടും നൂഡിൽസിൻ്റെ. ഇതാകുമ്പോൾ കുറച്ച് ഷോർട്ട് സ്ട്രാൻഡ്സ് ആയിരിക്കും. നമുക്ക് നമ്മളത് പ്ലേസ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു വെള്ളം കുറച്ചും കൂടിയൊക്കെ ആഡ് ചെയ്യുന്നത് വേണ്ട, ഒരല്പം വെള്ളം കൂടി ജസ്റ്റ് ഒന്ന് ഡിപ്പായി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളതിൽ ബാക്കി വന്നിട്ടുള്ള കുറച്ചും കൂടി മാക്സിമം മുതലാക്കാൻ വേണ്ടി നമ്മൾ അതുകൂടി ഇടുന്നു. എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറുള്ള ഒരിക്കലും വലിച്ചെറിയാൻ പാടില്ല. ഇത് സൂക്ഷിച്ച് വെച്ചിട്ട് അവിടെ നമ്മുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ കൊണ്ട് നമ്മൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇപ്പം ഇതിപ്പോൾ തന്നെ ഇടേണ്ട ആവശ്യമില്ല. വി വിൽ വെയിറ്റ്. ആദ്യം അപ്പോൾ നമ്മളടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ സ്പെഷ്യൽ വെറുതെ ഒരു ഇച്ചിരി മുട്ടയും കൂടി ഇതിൻ്റെ കൂടെ സ്ക്രാമ്പിൾ ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടി ജസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ആദ്യം നമ്മുടെ ഇത് പ്ലേസ് ചെയ്തു. നമ്മുടെ അവിടെ എണ്ണ ഇങ്ങനെ സിമ്പിൾ മെത്തഡോളജി ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുന്നു. ആവശ്യത്തിനുള്ള എണ്ണ ഇതിലേക്ക് റെഡി. ഇനി നെക്സ്റ്റ് നമുക്ക് എഗ്. നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ സന്തോഷമുണ്ട്. എന്തായാലും നമുക്കൊരു വിത്തിൻ ഒരു 3-4 മന്ത്സിനുള്ളിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി ഇത് മോണിറ്റൈസ് ചെയ്ത് കുറേ കാശൊക്കെ കിട്ടട്ടെ. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ. ചട്ടി കുറച്ച് ഓവർ ഹീറ്റഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഫാസ്റ്റായിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് കുറച്ച് ഇതിലേക്ക് ചെയ്യുന്നതാണ്. അതിനുമേലെ കൊടുത്തിട്ട് നമ്മൾ വെച്ച് സ്ക്രാമ്പിൾ ചെയ്യും. സ്ക്രാമ്പിൾഡ് എഗ് ഇംഗ്ലീഷിൽ സ്റ്റൈലായിട്ട് നമുക്ക് സ്ക്രാമ്പിൾഡ് എഗ് എന്ന് പറയാം. മലയാളത്തിലാണെങ്കിൽ കൊത്തിപ്പിരിച്ച മുട്ട എന്ന് നമുക്ക് പറയാം. ഞാനൊരു തൊഴിൽരഹിതനാണ്. വ്യക്തി കറന്റ് ആയ അൺഎംപ്ലോയിഡ്. പിന്നെ പറയാനാണെങ്കിൽ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ലേറ്റർ നീളം പറയാം. ഇപ്പോൾ അത് ഫുള്ളായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളത് ഡിസ്ക്ലോസ് ചെയ്താൽ അതിനുള്ള ലെവലിലത് എത്തിയിട്ടില്ല. ഇവിടെ ഓഫ് ചെയ്യുന്ന ഞാൻ ചെയ്തത് മൈക്ക്. അതിൽ നമ്മളൊരു പിഞ്ച് ഓഫ് സോൾട്ട്, പിഞ്ചല്ല കുറച്ചുകൂടി സോൾട്ട് ഇടാം. ഇത് എനിക്ക് തന്നെ ഉണ്ടാക്കിയതാണ്, നിങ്ങൾക്കുള്ളതല്ല. സോ ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പെപ്പർ കൂടി ഇടാം. It would be nice.
Crushed pepper. Is it കുറ്റൻ? നമുക്ക് ഓഫ് ചെയ്യാം. നമ്മളത് സിമ്മിലായതൊരു വിധം ഇതായിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം കുറച്ചൊന്ന് ഇതാക്കിയാണ്. നൂഡിൽസ് തലച്ചു. നൂഡിൽസ് ഈ ഒരു പരിവാകുമ്പോൾ ഇടാൻ പറ്റും. വെള്ളം കുറച്ച് ഊറ്റിക്കളാം. അതിൽ സോസ് സൂപ്പിയാവില്ല. ഞാൻ നൂഡിൽസിനെ പിടിക്കണമെങ്കിൽ ഊറ്റിക്കളാം. അപ്പോൾ നമുക്ക് എടുത്ത് കഴുകി. അപ്പോൾ നമുക്കിത് ഇനിയിപ്പോൾ വെള്ളം ആവശ്യത്തിന് നൂഡിൽസ് ഈ ഒരു വേവ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്ത് ഈ വെള്ളം പുറത്ത് കളയാം. സ്ട്രെയിൻ ചെയ്ത് കളയാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈശ്വര ഒരാപത്തും വരുത്തില്ല. ഇതിൻ്റെ കുരുമുളക് കുറച്ച് കുരുമുളക് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളുള്ള മെയിൻ സ്റ്റെപ്പ് ഇതാണ് മാഗിയുടെ ടേസ്റ്റ് മേക്കർ. ടേസ്റ്റ് മേക്കർ ആഡ് ചെയ്ത് കൊടുത്തു. ടേസ്റ്റ് മേക്കർ മാക്സിമം ആഡ് ചെയ്ത് വെച്ചു. ഞാൻ മുട്ടയും കൂടി നെക്സ്റ്റ് നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്സ് കൂടി അതിൻ്റെ ഉള്ളിലേക്ക് തട്ടുകയാണ്. നമുക്ക് എന്തുവേണമെങ്കിലും ആഡ് ചെയ്യട്ടോ. ക്യാരറ്റ്, ബീൻസ്, സവാള എന്തും ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഫൈനൽ സ്റ്റെപ്പ് ഇത് ഡ്രൈ മാഗിയാണ്. Keep it softly spoken, with no strings tying you to me. I'm happy in your company with no emotion, 'cause my love deserves to be free. Maggie is ready. Wow. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ തിന്നും. കൊടുക്കില്ലേ?